പ്രവർത്തകൻ കൂടിയാണല്ലോ. ഈ വിദേശ ഈ കോൺസുലേറ്റിന്റെ ലക്കി ഡിപ്പ് നിയമവിധേയമല്ല, അത് പ്രോട്ടോകോൾ പ്രകാരം ശരിയായ ഒന്നല്ല. ഞാൻ ഉദ്ധരിച്ചു അത് പ്രോട്ടോകോൾ ഹാൻഡ് ബുക്കിലെ 38 പ്രകാരം ലക്കി ഡിപ്പുകളോ ലക്കി ഡ്രോകളോ നടത്താൻ ഫോറിൻ റെപ്രസെന്റേറ്റീവ്സിന് നമ്മുടെ നാട്ടിൽ അവകാശമില്ല. അപ്പോൾ അത് നിയമവിധേയമല്ലാതെ പ്രോട്ടോകോൾ ലംഘനത്തിലൂടെ നടന്നൊരു കാര്യമാണ്. അതിൽ കിട്ടിയ സമ്മാനം വിതരണം ചെയ്യുക എന്നുള്ളതും തത്തുല്യമായ പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? സംശയമില്ലല്ലോ. ഞാൻ സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്നോടാണ് ചോദിച്ചതെങ്കിൽ വളരെ കൃത്യമായി പറയുന്നത് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി അത് പ്രോട്ടോകോൾ ലംഘനമാണെങ്കിൽ KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സമരം ചെയ്ത യുവമോർച്ചയും BJPയും പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം എന്നാവശ്യം ഉന്നയിക്കുമോ? പ്രതിപക്ഷ നേതാവും മന്ത്രിയല്ലല്ലോ. ഞങ്ങൾ കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യം. ജനപ്രതിനിധിയാവുകയും ക്യാബിനറ്റ് റാങ്കോട് കൂടി നിൽക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിന് പ്രോട്ടോകോൾ നടത്തിയാൽ രാജിവെക്കേണ്ട വാദം അതെങ്ങനെയാണ് ശരിയാവുക ഗോപാലകൃഷ്ണൻ? മന്ത്രിയാണെങ്കിൽ രാജിവെക്കേണ്ടു. അല്ല, ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടോകോൾ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്രോട്ടോകോൾ ലംഘനം പ്രതിപക്ഷ നേതാവ് നടത്തിയാലും മന്ത്രി നടത്തിയാലും നമ്മൾ ഇന്നുവരെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നത് മന്ത്രിയുടെ വിഷയമായിരുന്നു. പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുള്ളത് ഇപ്പോ യാതൊരു സംശയവുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവെന്നോ മന്ത്രിയെന്നോ മുഖ്യമന്ത്രിയെന്നോ ഈ കാര്യത്തിലില്ല. അതിശക്തമായി പ്രോട്ടോകോൾ ലംഘനത്തെയും കള്ളക്കടത്തിനെയും ഞങ്ങൾ എതിർക്കും. ആവശ്യപ്പെടേണ്ടതെല്ലാം ആവശ്യപ്പെടും. നമുക്കത് സ്പെസിഫിക് ആയി പറയും. BJPയുടെ നിലപാട്, അങ്ങ് സ്പോക്ക് പേഴ്സൺ ആണല്ലോ. പ്രതിപക്ഷ നേതാവ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് അങ്ങ് പറയുന്നു. അങ്ങനത്തെ പറയുകയാണെങ്കിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയ പ്രതിപക്ഷ നേതാവ് ഇനി ഒരു നിമിഷം പ്രതിപക്ഷ നേതാവായി തുടരുക സാധ്യമാണോ എന്നതാണ് എന്റെ ചോദ്യം. നിയമം അനുസരിക്കുന്ന രീതിയിൽ നിയമലംഘനം നടത്തിയാൽ, ആ നിയമലംഘനം നടത്തി എന്നുള്ളത് കൃത്യമായാൽ പ്രോട്ടോകോൾ ലംഘനമല്ല. ഏത് നിയമലംഘനം നടത്തിയാലും പ്രതിപക്ഷ നേതാവല്ല ആരായാലും ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല. നിങ്ങളിപ്പോ ചോദിച്ചത് BJP വക്താവ്. ഒരു മിനിറ്റ്, ആരായാലും ശരിയെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട. ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല. പക്ഷേ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. ഞാനൊന്ന് തീർത്തോട്ടെ. ഞാനൊന്ന് തീർത്തോട്ടെ. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചല്ലേ. ഈ വിഷയം ഇന്നത്തെ വിഷയമാണ്. ഈ വിഷയം സംസാരിക്കേണ്ടതും ഇതിനൊരു തീരുമാനമെടുക്കേണ്ടതും BJPയുടെ സംസ്ഥാന നേതൃത്വമാണ്. അതുകൊണ്ട് BJPയുടെ വക്താവ് എന്ന നിലയിൽ എന്റെ ചുമതല എന്നുള്ളത് സംസ്ഥാന നേതൃത്വം പറയുന്നത് നിങ്ങളോട് പറയുക എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് അത് അറിയിക്കും. 24 മണിക്കൂറായി പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു ഗുരുതര ആരോപണം ഈ പറയുന്ന സന്തോഷ് ഈപ്പൻ ഉന്നയിച്ചു. അത് കേരളത്തിൽ വന്നു. അത് എന്നിട്ടും 24 മണിക്കൂറായിട്ടും BJPക്ക് അതിലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വക്താവായ താങ്കൾ നിസ്സഹായനാണ് ആ BJPയുടെ നിലപാട് പറയാൻ. പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇത്തരമൊരു ആരോപണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ പോലും പറയാതെ ഊഹാപോഹങ്ങളുടെ പുറത്തു വരുമ്പോൾ വിത്തിൻ മിനിറ്റ് ആൻഡ് വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനമെടുക്കാനും പ്രതിഷേധം സംഘടിപ്പിക്കാനും സെക്രട്ടേറിയറ്റ് വളയാനും BJPക്ക് സാധിക്കും. ഇതിലാണ് ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന സംശയം ഉണ്ടാവുന്നത്. ഗോപാലേ, പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് KT ജലീലാണെങ്കിൽ വഴിയിൽ തടയും, ജീവന അപായപ്പെടുത്താൻ ശ്രമിക്കും. പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് ഈ പറയുന്ന സ്പീക്കറാണെങ്കിൽ തടയും, പ്രതിഷേധിക്കും. പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും. അത് 24 മണിക്കൂർ.